റിമി ടോമി അടുത്തിടെ ഒരു ചാനൽ ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ആദ്യമായി പ്രണയം പറഞ്ഞ് തന്റെ പുറകെ നടന്ന ആളെപ്പറ്റിയും ആ അനുഭവങ്ങളും പങ്കുവച്ചത്. റിമി പറയുന്നതിങ്ങനെ: എന്നോടിഷ്ടം തോന്നി പുറകെ നടന്ന ഒരാളുണ്ടായിരുന്നു. ഞാൻ 8ലോ 9ലോ പഠിക്കുമ്പോൾ നടന്ന ഒരു സംഭവമാണിത്. ഇത് ഞാൻ മറ്റൊരിടത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം ആ പുള്ളി എൻ്റെ നമ്പർ സംഘടിപ്പിച്ച് ഹലോ എന്നൊരു മെസ്സേജ് അയച്ചു. അത് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. പുള്ളി ഭാര്യയുടെയും മക്കളുടെയും കൂടെ സമാധാനത്തോടെ വേറെ എവിടെയോ ജീവിക്കുകയാണ്. വീണ്ടും ഞാൻ ഈ കഥ പറഞ്ഞാൽ ആ പുള്ളി ഹായ് പറഞ്ഞ് ഇനിയും വരുമെന്ന് റിമി പറയുന്നു. ആ പുള്ളി എന്നെ ഇഷ്ടമാണെന്ന് എന്നോടൊരിക്കലും നേരിട്ട് പറഞ്ഞിട്ടില്ല. പകരം എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ആ പുള്ളി പള്ളിയിൽ നിന്നും എൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്ത് ഞാൻ നടന്നു പോകുന്ന വഴിയിലൊക്കെ വെച്ച് കേൾപ്പിക്കും. പിന്നെ സ്കൂളിലേക്ക് പോകുന്ന വഴി എന്നെ നോക്കി വരുമായിരുന്നു. ഞാൻ നാണം കൊണ്ട് മുഖമൊക്കെ താഴ്ത്തി പോവുകയാണ് ചെയ്യാറ്. പിന്നെ ഒരിക്കൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഗ്രൂപ്പ് O പോസിറ്റീവാണ്. അതറിഞ്ഞ് അദ്ദേഹം പാർട്ടി വരെ നടത്തിയെന്നറിഞ്ഞു. കാരണം ആ പുള്ളിയും O പോസിറ്റീവായിരുന്നു അത്രേ. അതുകൂടാതെ എൻ്റെ പപ്പായെ കാണുമ്പോൾ ആ പുള്ളിയുടെ കൂട്ടുകാരൊക്കെ പറയും, ദേ നിൻ്റെ അമ്മായി അച്ഛൻ പോകുന്നു എന്ന്. അത് അധികം താമസിക്കാതെ പപ്പായുടെ ചെവിയിലും എത്തി. അതോടെ എനിക്ക് അടിയും കിട്ടി. പിന്നെ എൻ്റെ എല്ലാ പിറന്നാളിനും ടെഡി ബെയർ അയച്ചു തരും. എന്നാൽ അദ്ദേഹം എന്നോട് വന്ന് ഒന്നും നേരിട്ട് പറയുന്നുമില്ല. പിന്നെ 15 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ സ്റ്റേജ് ഷോകൾ ചെയ്യാൻ തുടങ്ങി. പാലായിൽ ഒരു പള്ളിയിൽ എൻ്റെ പരിപാടി നടക്കുകയാണ്. അയാൾ കൂട്ടുകാരോടുകൂടി എൻ്റെ പരിപാടി കാണാൻ വന്നു. പക്ഷേ അവിടെ വെച്ച് പുള്ളിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ടായി. അന്ന് മെയിൽ സിംഗേഴ്സിനോടൊപ്പം ഞാൻ മുട്ടിയിരിക്കുന്നത് പുള്ളി കണ്ടു. അത് പുള്ളിക്ക് സഹിച്ചില്ല. ഇതിൽ ഈഗോ അടിച്ച് പുള്ളിക്ക് വലിയ വിഷമമായി. അതോടെ ആ ഇഷ്ടം അവസാനിപ്പിച്ചു. അതൊക്കെ പുള്ളിക്ക് വലിയ പ്രശ്നമായിരുന്നു. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. എന്തായാലും ആ പുള്ളി രക്ഷപ്പെട്ടു എന്ന് റിമി തമാശ രൂപേണ പറഞ്ഞ് തൻ്റെ കഥ അവസാനിപ്പിക്കുന്നു.